Okay, we can continue the portion of algebraic expression, that multiplication of polynomials. In the last class, we have studied multiplication of monomial by a monomial. Then today we can do monomial by a binomial or binomial by a binomial. Okay, so how can we multiply? You listen. Then to multiply this 4x and 3x plus 5. Okay, the first one, that is a monomial. 4x is a monomial and 3x plus 5, that is a binomial. So how can we multiply 4x and 3x plus 5? So you know the expansion of brackets, that's only. So 4x and 3x plus we multiply, that is 12x square. Okay, monomial and a monomial formula ആയപ്പം 4x ഉം 3x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12x സ്ക്വയർ. വീണ്ടും ഈ 4x കൊണ്ട് അടുത്ത ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം, 4x ആൻഡ് 5. അപ്പോഴും നമുക്ക് ഒരു മോണോമിയൽ ആൻഡ് മോണോമിയൽ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. സോ 4x ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 4 ടൈംസ് 5 20x. ഓക്കെ, അപ്പോൾ ഈ മോണോമിയൽ കൊണ്ട് ബൈനോമിയലിനകത്തുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. Then after that, if there is any like terms, we can add and simplify. Okay, so the same type of questions we can see in exercise 9.3. Question number, first question, main question number 1. The first one, there the first option this way, 4p and q plus r. Q plus r is the binomial. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യം 4p കൊണ്ട് ക്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ 4p കൊണ്ട് സെക്കൻഡ് ടൈം ആയ ആറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 4p ഇൻറ്റു ക്യൂ, ദാറ്റ് ഈസ് 4pq. പിന്നെ 4p കൊണ്ട് സെക്കൻഡ് ടൈം ആറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4pr. സോ ആൻസർ 4pq പ്ലസ് 4pr. സോ സെക്കൻഡ് ഓപ്ഷൻ, the ab and ab is the monomial and a minus b, that is the binomial. Okay, അവിടെ in between നെഗറ്റീവ് സിമ്പിൾ ആണ്, that you remember. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം എ ബിയെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എ ബി ആൻഡ് ദിസ് എ ബി മൾട്ടിപ്ലൈ. സോ എ ഇൻറ്റു എ, ദാറ്റ് ഈസ് എ സ്ക്വയർ. അപ്പോൾ എ 2 ടൈംസ് വരും, എ സ്ക്വയർ ബി എന്ന് വരും. വീണ്ടും ആ എ ബി കൊണ്ട് ഈ മൈനസ് ബിയെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ മൈനസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും. എ ആൻഡ് ബി 2 ടൈംസ് വരും, ഈ ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബി സ്ക്വയർ വരും. സോ എ സ്ക്വയർ ബി മൈനസ് എ ബി സ്ക്വയറിന് ആൻസർ വരും. ഇതുപോലെ ഏത് മോണോമിയലിനെയും ഒരു ബൈനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മോണോമിയൽ കൊണ്ട് ബൈനോമിയലിൻ്റെ ഈച്ച് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ്സ് ഓൺലി. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഹിയർ, അവിടെ ബൈനോമിയലാണ് ആദ്യം തന്നിരിക്കുന്നത്, എ പ്ലസ് ബി ആൻഡ് മോണോമിയൽ 7a സ്ക്വയർ ബി സ്ക്വയർ. There also we can do the same. Then this a and this we multiply, 7a square b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 7a ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ എന്ന് വരും. അപ്പോൾ എ 3 ടൈംസ് ആവും, എ ക്യൂബ് ആൻഡ് ബി സ്ക്വയർ. പിന്നെ ദിസ് ബി കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. സോ പ്ലസ് അവിടെ 7a സ്ക്വയർ ബി ആൻഡ് ബി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ക്യൂബ് ആകും. So answer 7a cube b square plus 7a square b. Now fourth one, that is a square minus 9 and 4a. So this a square and 4a we multiply, that is 4a cube. And minus 9 and 4 we multiply, minus 9 into 4 minus 36 minus 36a, 4a cube minus 36a. Now fifth one, here pq plus qr plus rp, that into 0. Okay, 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയായിരിക്കും. സോ ആൻസർ ഈസ് 0. അപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 1-ലെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഫസ്റ്റ് എക്സ്പ്രഷനും സെക്കൻഡ് എക്സ്പ്രഷനും തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മോണോമിയലും മറ്റേത് ബൈനോമിയലോ അല്ലെങ്കിൽ ട്രൈനോമിയലോ ഒക്കെ ആകും.
അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് അടുത്ത കോളത്തിൽ എഴുതാൻ. ഓക്കെ, ദാറ്റ് ഈസ് എ സിമ്പിൾ type of question you can complete in your textbook itself. Now we can move to question number 3. Main question number 3. There also we can see the same way the product. So the first one, same exercise 9.2 le main question number 3 ആണ്. Find the product. First option, a square into 2a to the power 22 into 4a to the power 26. ഓക്കെ, പവേഴ്സ് കുറച്ച് വലിയ നമ്പർ ആണെന്നേ ഉള്ളൂ. സോ 4ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ദാറ്റ് ഈസ് 8. ഇനി എയുടെ പവർ ആകെ എത്ര ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 2, ദെൻ ഹിയർ 22. 2 + 22 24 ആയി. 24 and 26. 24 + 26 is 50. സോ a to the power 50 എന്ന് പറയും. സോ 8a to the power 50, that is the answer. So next one, second question. The 2 by 3 xy 2 by 3 xy into minus 9 by 10 x square y square. Okay, ഇവിടെ fractions ഉണ്ട്, that's only. 2 by 3 xy into minus 9 by 10 x square y square. അപ്പോൾ നമുക്ക് ആ ഫ്രാക്ഷനെ ആദ്യം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2 by 3 into minus 9 by 10 എന്ന് വരും. ഇനി xy into x square y square. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ഇനി ഇതിനകത്ത് നമ്പേഴ്സ് നമുക്ക് ഫ്രാക്ഷൻസ് ക്യാൻസൽ ചെയ്യാം. These 2 and 5 ക്യാൻസൽ ചെയ്യുമ്പം ഇവിടെ 2 divided by 2 1, 10 divided by 2 that is 5. അതുപോലെ ഈ 3ഉം 9ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. 3 divided by 3 1, 9 divided by 3 3 വരും. ഓക്കെ, സോ ഇനി അവിടെ ബാക്കി വരുന്നത് -3/5. ആ സൈൻ അവിടെ ഉണ്ട്, -3/5. സോ ആൻസർ ഈസ് -3/5. ദെൻ xy ആൻഡ് x square y square ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ x to the power 1 ഉണ്ട്, 1ഉം ഇവിടുത്തെ 2ഉം കൂടെ വരുമ്പോൾ x to the power 3 ആയി. y അതുപോലെ ഇവിടെ 1 ഉണ്ട്, there 2, so total y to the power 3. So answer -3/5 x cube y cube. Okay. So അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. That is question number 3. Question number 3 ഇങ്ങനെയാണ്. -10/3 pq cube into 6/5 p cube q. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഫ്രാക്ഷൻസ് ഒന്ന് അടുപ്പിച്ചെഴുതാം. -10/3ഉം 6/5. ഓക്കെ, ഇനി ചെയ്യേണ്ടത് പി ക്യൂ ക്യൂബും പി ക്യൂബ് ക്യൂബും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് 3 and 6 ക്യാൻസൽ ചെയ്യാം. സോ 3നെ 3 divided by 3 that is 1, 6/3 that is 2. ഇവിടെ 5ഉം 10ഉം കൂടെ അതുപോലെ ക്യാൻസൽ ചെയ്യും. 5/5 1, 10/5 2. അപ്പോൾ -2 into 2 വരും, that is -4 വരും. പിന്നെ പി ഇവിടെ 1 ഉണ്ട്, 1 and 3, സോ ടോട്ടൽ p to the power 4ഉം ക്യൂവും അതുപോലെ q to the power 4 ഉണ്ട്. ഓക്കെ, ക്യൂവും ഇവിടെ 1ഉം ഇവിടെ ഒരു 3ഉം. സോ -4 p to the power 4 q to the power 4. അതായിരുന്നു ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. Question number 4, that is x into x square into x to the power 3 into x to the power 4. ഓക്കെ, അപ്പം ഇവിടെ x to the power 1 ഉണ്ട്. സോ ടോട്ടൽ എത്ര x ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1 + 2 3, 3 + 3 6, 6 + 4 10. സോ x to the power 10 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 3യിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു.
ഇനി നമുക്ക് മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത് സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ. ഓക്കെ, ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എക്സ്പ്രഷനെ ആദ്യം സിംപ്ലിഫൈ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ദെൻ യു ക്യാൻ ഗീവ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾസ്. വേരിയബിൾ എക്സ് ആണ്. എക്സിന് 2 വാല്യൂ കൊടുക്കാനുണ്ട്. ആദ്യം എക്സിന് 3 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഉള്ള ആൻസറും പിന്നെ എക്സിന് 1/2 കൊടുക്കുമ്പോൾ ഉള്ള ആൻസറും കാണണം. ഓക്കെ, അങ്ങനെ 2 ഓപ്ഷൻസ് ഉള്ളത്. അപ്പം മെയിൻ ക്വസ്റ്റ്യൻ നമ്പർ 4 ഫസ്റ്റ് ഓപ്ഷൻ എ. സിംപ്ലിഫൈ ചെയ്യേണ്ട എക്സ്പ്രഷൻ ഇതാണ്. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ 3x ഇൻറ്റു 4x മൈനസ് 5 പ്ലസ് 3. അപ്പോൾ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനും പിന്നെ ഒരു അഡീഷനും വരുന്നുണ്ട്. അങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം ഇതിനകത്തുള്ള എക്സിന്റെ വാല്യൂ കൊടുക്കാൻ. ഇനി സിംപ്ലിഫൈ ആൻഡ് ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സിന് തന്നിരിക്കുന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ 3x കൊണ്ട് ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. 3x ആൻഡ് 4x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12x സ്ക്വയർ. ഇനി 3x മൈനസ് 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 15x. ഓക്കെ, അതിൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്യണം. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ഒന്നുമില്ല, ലൈക്ക് ടൈംസ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സിംപ്ലിഫൈ ചെയ്ത ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെയാക്കിയ ഈ എക്സ്പ്രഷനകത്ത് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ആദ്യം എക്സ് 1 ആയിരിക്കും, സോറി എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പം when x is 3 what is the value of this expression I will say. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ ഈ ഇക്വേഷനകത്ത് എന്താകും? അപ്പോൾ നമ്മൾ എക്സിന് അവിടെയെല്ലാം 3 എന്ന് കൊടുക്കും. സോ 12 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 15 ഇൻറ്റു 3 പ്ലസ് 3 വരും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? 12 ഇൻറ്റു 3 സ്ക്വയർ ദാറ്റ് ഈസ് 12 ഇൻറ്റു 9 മൈനസ് 15 ഇൻറ്റു 3 45 പ്ലസ് 3 വരും. സോ ദാറ്റ് ഈസ് 12 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 108 മൈനസ് 45 പ്ലസ് 3. വേണമെങ്കിൽ 45 പ്ലസ് 3 ചെയ്തിട്ട് 180 നിന്ന് സബ്ട്രാക്ട് ചെയ്ത് മൈനസ് 45ഉം 3യും കൂടെ ആഡ് ചെയ്തിട്ട് 108 ചെയ്യാം. ഇല്ലെങ്കിൽ 180 നിന്ന് 45 ആദ്യം സബ്ട്രാക്ട് ചെയ്യാം, അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ മതി. 108 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 63 ആണ്. 63 പ്ലസ് ദിസ് 3 വരുമ്പം ആൻസർ ഈസ് 66. സോ എക്സിന് 3 കൊടുത്താൽ നമുക്ക് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ 66 എന്ന് കിട്ടും. എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഇപ്പം നമ്മൾ കൊടുത്തത് എക്സിന് 3 ആണ് കൊടുത്തത്. 3 കൊടുത്തപ്പം 66. ഓക്കെ, ഇനി എക്സിന് വേറൊരു വാല്യൂ കൂടെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ആ എക്സ്പ്രഷനകത്ത് തന്നെ എക്സിൻ്റെ വാല്യൂ 1/2 കൊടുത്താൽ വാല്യൂ എന്താകുന്നത്? നമുക്ക് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്തപ്പം കിട്ടിയ എക്സ്പ്രഷൻ ഇതായിരുന്നു. 12x സ്ക്വയർ മൈനസ് 15x പ്ലസ് 3 ആണ്. ഇതിനകത്ത് എക്സിന് 1/2 കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 12 ഇൻറ്റു 1/2 സ്ക്വയർ, എക്സ് സ്ക്വയർ എന്നുള്ളിടത്തിന് 1/2 സ്ക്വയർ മൈനസ് 15 ഇൻറ്റു 1/2 പ്ലസ് 3 എന്നാകും. ഓക്കെ, സോ ദാറ്റ് ഈസ് 12 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ 1/4 മൈനസ് ഇവിടെ 15/2. സോ 15/2 എന്നുള്ളതിനെ വേണമെങ്കിൽ 15/2 എന്ന് തന്നെ എഴുതാം, അല്ലെങ്കിൽ ദാറ്റ് ഈസ് 7.5. നമുക്കറിയാം 15/2 എന്ന് പറഞ്ഞാൽ 7.5 ദെൻ പ്ലസ് 3. ഓക്കെ, ഇവിടെ 12ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ദാറ്റ് ഈസ് ഇവിടെ 3 വന്നു. സോ ഹിയർ 3 ആൻഡ് ദർ 3. സോ 3 പ്ലസ് 3 6. 6 മൈനസ് 7.5. 6 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ മൈനസ് 1.5. ബിക്കോസ് വലിയ നമ്പറാണ് സബ്ട്രാക്ട് ചെയ്തത്. സോ സൈൻ നെഗറ്റീവ്. സോ ആൻസർ ഈസ് -1.5.